ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള 5 സാധനങ്ങൾ കൊണ്ടുള്ള സ്കിൻ കെയർ റുട്ടീനായിട്ടാണ്. ഫസ്റ്റ് ഒരു ഫേസ് മസാജാണ്. ആദ്യം തന്നെ നമ്മൾ മുഖത്ത് എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ക്ലീനപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് മുഖം നന്നായിട്ടൊന്ന് കഴുകുക, അത്രേ ഉള്ളൂ. തണുത്ത വെള്ളത്തിൽ കഴുകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഓയിലാണ്, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് വേണം എണ്ണ ചൂസ് ചെയ്യാൻ. വെളിച്ചെണ്ണ, ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, നല്ലെണ്ണ, അങ്ങനെ എന്ത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നോക്കണം, മുഖക്കുരു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. എന്നാൽ പിന്നെ മസാജ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ മുഖത്ത് എന്ത് പറ്റുന്ന സമയത്തും ഓയിലാണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് എടുത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിൻ ടു ഇയർ ആണ്. താടി മുതൽ ചെവിൻ്റെ അറ്റം വരെ അങ്ങനെ 3 പ്രാവശ്യം ചെയ്യാം. രണ്ടാമത്തേതായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് വീണ്ടും കൈകൾ കൊണ്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം കണ്ടില്ല, ആ കൈയിൻ്റെ ഉൾഭാഗം കൊണ്ടിട്ട് വേണം മൂക്കിൻ്റെ സൈഡ് മുതൽ ചെവി വരെ അതൊരു 5 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. അതിന് ടെമ്പിൾ ഏരിയ എന്നാണ് പറയുക കേട്ടോ. ചെവീൻ്റെ മേൽഭാഗം, പിന്നെ നെറ്റീൻ്റെ കണക്ഷൻ. പിന്നെ അത് 3ാമത്തെ സ്റ്റെപ്പാണ്. അതായത് നമ്മുടെ അണ്ടർ ഐ ടു ടെമ്പിൾ, പിന്നീട് നെക്ക്. അങ്ങനെ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ അണ്ടർ ഐസിലുള്ള കറുപ്പ്, അതുപോലെ പഫിനെസ് പോവാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അടുത്തതായിട്ടുള്ളത് അപ്പർ ഐ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും തന്നെ ഡാർക്ക് സർക്കിൾസും നമ്മൾ 40+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ റെഗുലർലി ചെയ്യാൻ പ്രത്യേകം നോക്കണം കേട്ടോ. അടുത്തതായിട്ട് നെറ്റിയിലേക്കുള്ള മസാജാണ്. അത് ഇതേപോലെ തന്നെ 2 സൈഡുകളും കൈയിൻ്റെ ഉൾഭാഗം കൊണ്ട് 20 തവണ, അതായത് 10 പ്രാവശ്യം 20 തവണയായിട്ട് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിയിൽ ഒന്ന് മസാജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നെക്കാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഒരു ടൈം, അടുത്ത സൈഡ് മറ്റേ ടൈം, അങ്ങനെ 2 കൈകൾ കൊണ്ടും ഈക്വലായിട്ട് 3 തവണ ചെയ്യുക. അടുത്തതായിട്ട് വരുന്നത് ബലൂൺ മൗത്ത്. നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ വായിൽ ഇതേപോലെ തന്നെ വെള്ളം പിടിച്ച് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതന്നെ വെള്ളം പിടിക്കേണ്ട, വായു, അങ്ങനെ ഒരു 10 പ്രാവശ്യം കൗണ്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവമാണ് ഫേസ് ടാപ്പിംഗ്. നെറ്റി മുതൽ കണ്ണ്, ചീക്ക്, ചിന്ന്, നെക്ക്, അങ്ങനെ എല്ലാ ഏരിയകളിലും വന്നിട്ട് ഇങ്ങനെ മെല്ലെ 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 ടാപ്പ് ചെയ്യുക. അത് വേറൊരാൾ ചെയ്ത് തരുമ്പോൾ ഭയങ്കര സുഖം കേട്ടോ. നമ്മൾ സ്വയം ചെയ്യുമ്പോൾ അത്രയും രസം വരില്ല. പിന്നെ അടുത്തതായിട്ടുള്ളതാണ് ഫിഷ് മൗത്ത്. നമ്മൾ പണ്ട് കുറേ ചെയ്ത് കളിച്ചിട്ടുള്ളതാണ്. അതന്നെ നമ്മൾ വീണ്ടും ചെയ്യുന്നത്. ഇത് മേലോട്ട് കഴുത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ചെയ്യുന്നത് വഴി നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥികളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ മേലോട്ട് നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മസാജ് എല്ലാം കഴിഞ്ഞു. ഇനി ക്ലോസ് യുവർ ഐസ് ആൻഡ് റിലാക്സ്. അങ്ങനെ ഒരു 10 കൗണ്ട് വരെ. ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണി കൊണ്ടോ വരെ നമുക്കത് തുടച്ചെടുത്താൽ മതി, കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. അതേ സ്കിന്നിലേക്ക് വേണം നമുക്ക് ഇനി മാസ്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇതിലേക്കായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ സ്വന്തം ആട്ടപ്പൊടി, തൈര്, കുറച്ച് പാല്, മഞ്ഞളെടുക്കുമ്പോൾ കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കൂടുതൽ മഞ്ഞളിട്ട് കഴിഞ്ഞാൽ മുഖത്ത് ഒരു മഞ്ഞ കളർ വരും, പിന്നെ അതൊരു മാതിരി ഇരിക്കും കേട്ടോ. പിന്നെ തേനും. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തിട്ട് കുറച്ച് പാൽ വേണമെന്നുണ്ടെങ്കിൽ, ഡൈല്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ പാൽ ചേർക്കാം. ആട്ടപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് റൈസ് പൗഡർ യൂസ് ചെയ്യാം. പക്ഷേ റൈസ് പൗഡർ ആകുമ്പോൾ കുറച്ചും കൂടെ ഹാർഡായ കാരണം നമ്മളുടെ മുഖത്ത് ചെറിയ ചെറിയ പാടുകൾ വരാനും മുറിവുണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ മുഖം നന്നായിട്ടൊന്ന് തേച്ചതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ വല്ലാതെ ഡ്രൈ ആയി വലിയൊന്നും വേണ്ട കേട്ടോ. അതിന് മുമ്പേ ആയിട്ട് എന്ത് ചെയ്യുക, കഴുകരുത്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഉരുട്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തുള്ള ഡെഡ് സ്കിന്നായിട്ടുള്ളതൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്കെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. താഴെ ഒരു പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വരച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ മുഖം അങ്ങനെ ഫുള്ള് ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ടായിരുന്നു.
അതൊക്കെ ഇങ്ങനെ പോയി കിട്ടാനൊക്കെ നല്ലതായിട്ട് കിട്ടും കേട്ടോ. ഇത്രേ ഉള്ളൂ കാര്യം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പോയിട്ട് കഴുകുക. നന്നായി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞില്ലേ. പക്ഷെ എല്ലാം ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മുഖത്തൊരു മോയ്സ്ചറൈസർ വളരെ നിർബന്ധം കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലിൽ കണ്ടിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഗ്ലിസറിൻ, റോസ് വാട്ടർ, ലൈം ജ്യൂസിൻ്റെ ഒക്കെ കോമ്പിനേഷനാണ്. നല്ല റിഫ്രഷിംഗ് ആണ്. ഞാനിപ്പോൾ ഒരു 2-3 വർഷമായി അത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് അവളുടെ ചാനൽ, കയറി കാണണേ. ചിത്ര ജയ്മോൻ എന്നാണ് പേര്. നേഴ്സാണ്, പിന്നെ ബ്യൂട്ടീഷ്യനുമാണ്. അപ്പം നല്ല നല്ല ബ്യൂട്ടീഷ്യൻ ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഹോം മെയ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം. അതിൽ നിങ്ങൾ കയറി കാണണം കേട്ടോ. നമ്മൾ 40+ ആവുന്ന സമയത്ത് സ്ത്രീകൾ പ്രത്യേകിച്ചും നമ്മുടെ സ്കിൻ കെയർ, ഫിസിക്കൽ ഹെൽത്ത്, അതുപോലെ മെൻ്റൽ ഹെൽത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ സ്കിൻ കെയർ. അപ്പോൾ ഇങ്ങനെ വളരെ ചെറിയ രീതിയിൽ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ചെയ്യാനുള്ള കാര്യം നന്നായി വെള്ളം കുടിക്കുക, സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അത് പറയാൻ മറന്നുപോയി, ഫേസ് മസാജ് എല്ലാ ദിവസവും 1 മിനിറ്റ് കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫേസൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുളിക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹോം മെയ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ മാസ്ക് വീക്ക്ലി വൺസ് ആണ് മുഖത്ത് പറ്റണമെന്നുള്ളത്. വേണമെങ്കിൽ നമുക്കത് മൊത്തം ഹോൾ ബോഡി ആയിട്ട് സ്ക്രബായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്നാൽ ശരി കേട്ടോ, ബൈ. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയിൽ മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? മോളോ? ഏത് മോള്? ചേട്ടാ, ഇത് ഞാൻ ദാസപ്പൻ കുട്ടി.